സോ നമുക്കിന്ന് പഠിക്കാനുള്ളത് ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷനാണ്. ഇത് ഫസ്റ്റ് ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യമേ ലേറ്റന്റ് ഹീറ്റ് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക. ലേറ്റന്റ് ഹീറ്റ് ഫേസ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഫേസുമായി ബന്ധപ്പെട്ടതാണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനുമുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനുമുണ്ട്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ്. ഡെഫിനേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി required to convert 1 kilogram of a substance from its solid state to liquid state. അപ്പോൾ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർക്കണം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് സോളിഡ് ലിക്വിഡായിട്ട് മാറും. അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ ഈ എമൗണ്ട് അബ്സോർബ് ചെയ്യും. തിരിച്ച് ലിക്വിഡ് സോളിഡായിട്ട് മാറുന്ന സമയത്ത് കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഇത്രയും എമൗണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ ആ ഫേസ് ചേഞ്ച് രണ്ട് ഡയറക്ഷനിലേക്കും എമൗണ്ടുള്ള എമൗണ്ടാണ് ഈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എഫ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി required to convert 1 kilogram of a substance from its liquid state to vapor state. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് പറയുക? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുക. ഇവിടെയും ലിക്വിഡ് വേപ്പറായിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. തിരിച്ച് ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായിട്ട് മാറുമ്പോൾ അതേ എമൗണ്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അത് ഒരു പോയിന്റ്. ഇനി രണ്ടാമതൊരു പോയിന്റ്, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന പോയിന്റ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും, ആ ടെമ്പറേച്ചർ. അതുപോലെ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്ന ടെമ്പറേച്ചർ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്നും പറയും. അപ്പോൾ പക്ഷേ ഈ മെൽറ്റിംഗ് പോയിന്റും ഐസ് എടുത്തു കഴിഞ്ഞാൽ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ ബോയിലിംഗ് പോയിന്റ്, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോയിലിംഗ് പോയിന്റ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂട്ടാൻ, പ്രഷർ കുറച്ചാൽ അപ്ലൈ ചെയ്തെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അത് നമ്മൾ പഠിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ ടെമ്പറേച്ചറിലെ ലേറ്റന്റ് ഹീറ്റ് ആണ് എല്ലെങ്കിൽ 102 ഡിഗ്രി സെൽഷ്യസിൽ ലേറ്റന്റ് ഹീറ്റ് എല്ലാം ആയിരിക്കത്തില്ല. അത് L+BL ആയിരിക്കും. അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ ഈ L- DL ആയിരിക്കും. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ് L, അല്ലാതെ എല്ലാ ടെമ്പറേച്ചർ. അപ്പം അത് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ 102 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ലേറ്റന്റ് ഹീറ്റ് ആയിരിക്കത്തില്ല, 102 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് എന്തായിരിക്കും? ഇതിനേക്കാൾ അല്പം കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് മനസ്സിലായോ? അപ്പോൾ ആ ലേറ്റന്റ് ഹീറ്റിനെയും ടെമ്പറേച്ചറിനനുസരിച്ച് പ്രഷറിനുണ്ടാകുന്ന ചേഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ. അപ്പോൾ ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ ആരൊക്കെ നമ്മൾ ബന്ധിപ്പിക്കുന്നു? ലേറ്റന്റ് ഹീറ്റിനെയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് ടെമ്പറേച്ചർ dP/dt. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ. സോ ഇറ്റ് റിലേറ്റ്സ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് ടെമ്പറേച്ചർ. രണ്ടാമത് ഇതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യുക വഴി നമുക്ക് ബോയിലിംഗ് പോയിന്റിന് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റിന് പ്രഷറിനനുസരിച്ചുണ്ടാകുന്ന വേരിയേഷൻ വിളിക്കും. പ്രഷർ മാറുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകുന്ന മാറ്റം നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇതാണ് യൂസ്. ഇനി അത് പഠിക്കുന്ന ഒരു കാര്യം കൂടി ആലോചിക്കാം. നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് ലാമ്പ് ഉണ്ട് അല്ലേ? ആ സിഗരറ്റ് ലാമ്പ് നമ്മൾ നോക്കി, ആ സിഗരറ്റ് ലാമ്പിൽ നമുക്ക് ലിക്വിഡ് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് ഗ്യാസാണ്. അപ്പോൾ അവിടെ ലിക്വിഡ് എങ്ങനെ ഉണ്ടായത്? ഗ്യാസിനെ
കംപ്രസ് ചെയ്ത് ലിക്വിഡാക്കി മാറ്റിയേക്കാണ്. അവിടുത്തെ ഗ്യാസിനെ കംപ്രസ് ചെയ്തപ്പോൾ ലിക്വിഡായി മാറി. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായിട്ട് മാറുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബോയിലിംഗ് പോയിന്റിലേക്ക് വെച്ചിട്ടാണ്. അത് വേറെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആണെങ്കിൽ കൂടിയും കംപ്രസ് ചെയ്യുക വഴി നമുക്ക് ഗ്യാസിനെ എന്താക്കി മാറ്റാം, ലിക്വിഡ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ തിരിച്ച് ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായി മാറും, ടെമ്പറേച്ചർ മാറുന്നതിനെങ്കിൽ കൂടി ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് നോക്കിയാൽ ഇവിടെ വോളിയവും ഇവിടെ പ്രഷർ വോളിയം എടുക്കുക, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എടുക്കുക. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ഗ്യാസ് നമ്മൾ എടുക്കും, ഏതൊരു ഒരു ഗ്യാസ്, ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഗ്യാസ് എടുക്കും. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുന്ന വോളിയം കുറയ്ക്കുക, പ്രഷർ കൂടുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ ആദ്യം എന്ത് ചെയ്യുന്ന വോളിയം എത്രയാണെന്ന് എഴുതുക. അപ്പം പ്രഷർ വളരെ കുറവാണ്, വോളിയം എത്ര, അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടി, പ്രഷർ കൂട്ടാൻ കംപ്രസ് ചെയ്യുക, അപ്പോൾ വോളിയം കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഗ്യാസ് നോക്കും, അപ്പം ആ ഗ്യാസിന്റെ വോളിയം കുറയും, പ്രഷർ കൂടും. രണ്ടാമതൊരു പ്രത്യേക പ്രഷറിൽ എത്തി കഴിയുമ്പോൾ പിന്നെ അത് എന്ത് ചെയ്യും, ഇത് ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആണല്ലോ, ആ വേപ്പർ ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങും. കോൺസ്റ്റന്റ് പ്രഷറിൽ പ്രഷർ മാറത്തില്ല, ആ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാൻ തുടങ്ങും, വേപ്പർ ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ അവിടെ എന്താ കാണും, ലിക്വിഡും കാണും വേപ്പറും കാണും. എന്നിട്ട് ഒരു പ്രത്യേക വോളിയം എത്തി കഴിയുമ്പോൾ പിന്നെ ഫുൾ ലിക്വിഡ് മാത്രമേ കാണൂ. പിന്നെ എന്ത് ചെയ്യും, ആ ലിക്വിഡിന്റെ വോളിയം പ്രഷറിനനുസരിച്ച് കുറയും, വോളിയം കുറയും, പ്രഷർ കൂട്ടും, പിന്നെ അത് ലിക്വിഡ് മാത്രമേ. തിരിച്ചു പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഹൈ പ്രഷറിൽ ഇരിക്കുന്ന ലിക്വിഡ് ഉണ്ട്, നമ്മൾ അതിന്റെ പ്രഷർ കുറയ്ക്കുമ്പോൾ ആ ലിക്വിഡ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ എത്തുമ്പോൾ എന്താ ഉപയോഗിക്കും, ആ പർട്ടിക്കുലർ പ്രഷറിൽ വെച്ചിട്ട് ആ ലിക്വിഡ് എന്തായി മാറാൻ തുടങ്ങും, ഫേസ് ചേഞ്ച്, വേപ്പറായി മാറാൻ തുടങ്ങും. ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു ആ പർട്ടിക്കുലർ പ്രഷറിൽ. എന്നിട്ട് ഫുൾ എന്തായി മാറും, വേപ്പറായി മാറും. അപ്പം ഈ പോയിന്റിൽ ലിക്വിഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ലിക്വിഡും വേപ്പറും ഉണ്ട്, ഇവിടെ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു വോളിയമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വോളിയത്തിന്റെ സമയത്ത് ലിക്വിഡ് മാത്രമേ ഉള്ളൂ, പിന്നെ എന്ത് ചെയ്ത് വോളിയം കൂടി ലിക്വിഡ് വേപ്പറായി മാറും. പിന്നെ ആ വേപ്പറിന്റെ വോളിയം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ്. അപ്പോൾ ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്. കാരണം ഈ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, ഈ സമയത്ത് ടെമ്പറേച്ചർ എന്തായാലും പോകണം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ആര് മാത്രം മാറ്റുന്നു, പ്രഷറും കൂടി നമുക്ക് മാറ്റും. ഒന്നുകിൽ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സംബന്ധം കിട്ടും. ഇനി ഇതേ വേപ്പറിന്റെ അല്ലെങ്കിൽ ഇതേ ഗ്യാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ടെമ്പറേച്ചർ. ഇപ്പം നമ്മൾ ഇതിപ്പം ചെയ്തത് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസാണ് എഴുതുക. ഇപ്പം ഈ ഒരു പ്രഷർ വോളിയത്തിന്റെ ചേഞ്ച് നമ്മൾ വരച്ചത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് എഴുതുക. നമുക്ക് എന്ത് ചെയ്യാം, അതേ ആളിൽ തന്നെ 102 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് നടത്താം. ആ സമയത്ത് കിട്ടുമ്പോൾ എന്തായാലും 100 ഡിഗ്രി സെൽഷ്യസിന്റെ വോളിയം ഇത്രയാണെങ്കിൽ 102 ഡിഗ്രി സെൽഷ്യസിന്റെ വോളിയം അല്പം കൂടെ കൂടുതലായിരിക്കും, അല്ലേ, അല്പം കൂടെ കൂടുതലായിരിക്കും, വ്യത്യാസമായിരിക്കും. എന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ആയിരിക്കും വോളിയം അല്പം കൂടെ കൂടുതലായിരിക്കും, ആ സമയത്ത് പ്രഷർ കൂടുതലായിരിക്കും. എല്ലാം ഇങ്ങനെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരേ ആള് രണ്ട് ഗ്രാഫ് ഉണ്ട്, എന്തനുസരിച്ച് ടെമ്പറേച്ചർ മാറി. ഇത് 100 ഡിഗ്രി സെൽഷ്യസിന്റെ ഗ്രാഫ്, ഇത് 102 ഡിഗ്രി സെൽഷ്യസിന്റെ പ്രഷർ വോളിയം ഗ്രാഫ്. കാരണം 100 ഡിഗ്രി സെൽഷ്യസിന്റെ പ്രഷർ വോളിയം ആയിരിക്കില്ല 102 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ അതിനേക്കാൾ ഹൈ ആയിരിക്കും. അപ്പോൾ വോളിയം ഹൈ ആയിരിക്കും, പ്രഷറും ഹൈ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പം ലേറ്റന്റ് ഹീറ്റ് അറിയാം, ഇത് നമുക്കറിയാം. നമ്മൾ അടുത്ത് അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കേസ് കൺസിഡർ ചെയ്യും. നമ്മൾ ഏതെങ്കിലും റിയൽ ഗ്യാസ് എടുക്കുന്നു, ആ റിയൽ ഗ്യാസ് ടി ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന റിയൽ ഗ്യാസ്, ആ ടി ടെമ്പറേച്ചറിൽ റിയൽ ഗ്യാസിന്റെ ഈ പറഞ്ഞ എക്സ്പാൻഷൻ നമ്മൾ വരയ്ക്കുന്നു. അല്ലെങ്കിൽ ടി ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ലിക്വിഡിന്റെ ഈ പറഞ്ഞ നേരത്തെ പോലെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ആദ്യം എന്തായിരിക്കും, ആദ്യമേ നമുക്ക് എക്സ്പാൻഷൻ എടുക്കാം, തിരിച്ച് കംപ്രഷൻ എക്സ്പാൻഷൻ എടുക്കാം. ആദ്യമേ ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് എഴുതുക, ഹൈ പ്രഷറിൽ ഇരിക്കുകയാണെന്ന് എഴുതുക, വോളിയം കുറവാണെന്ന് എഴുതുക. അപ്പം വോളിയം കുറവാണ്, ഹൈ പ്രഷറിലാണ്, നമ്മൾ എന്ത് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ, അതിൻ്റെ വോളിയം കൂടും. അതിൻ്റെ വോളിയം കൂടി കൂടി ഒരു പ്രത്യേക പ്രഷറിലെത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഫേസ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ഫേസ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ എന്തായിട്ട് മാറും,
ഗ്യാസ് ആയിട്ട് മാറും. പിന്നെ എന്ത് ചെയ്യും, ആ ഗ്യാസിന്റെ വോളിയം. അപ്പൊ അത് എ ബി സി. അപ്പൊ എ ബി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ലിക്വിഡാണ് ഉള്ളത്, ബി വരെ ലിക്വിഡാണ്. ബി കഴിഞ്ഞ് സിയിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ വേപ്പറായിട്ട് മാറുന്നു. സി ആകുമ്പോൾ കംപ്ലീറ്റ് വേപ്പറായി മാറി, പിന്നെ ആ വേപ്പറിന്റെ വോളിയം കൂടുന്നു. അപ്പോൾ ആദ്യമേ ലിക്വിഡിന്റെ വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു. അപ്പോൾ ഗ്രാഫ് താഴുമ്പോൾ പ്രഷർ കുറയുന്നു, പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് പ്രഷറിൽ കാരണം ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ ഫേസ് ട്രാൻസിഷൻ ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷർ നടക്കുന്ന കാര്യമാണ്. അതായത് ലിക്വിഡ് ഗ്യാസായി മാറുന്നു, പിന്നെ ഗ്യാസിന്റെ വോളിയം കൂടും അല്ലേ. അപ്പോൾ ഈ പ്രഷർ പി ആണെന്ന് കരുതുക, ഇത് സംഭവിച്ച ടെമ്പറേച്ചർ ടി ആണെന്ന് കരുതുക. ഇത് മുഴുവൻ സംഭവിക്കും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞല്ലോ, ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ആണെന്ന് കരുതുക. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ ആളിന്റെ തന്നെ അല്പം കൂടി ഹയർ ആയിട്ടുള്ളത്, അതായത് ടി പ്ലസ് ഡി ടി, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ചേർന്ന് തന്നെയാണ് വരേണ്ടത്, പക്ഷെ നമുക്ക് പോയിന്റുകളെല്ലാം മാറിക്കാനുള്ളത് കൊണ്ട് അല്പം വലുതായിട്ട് വരയ്ക്കും. അപ്പോൾ ഇതേ ആളിനെ നമ്മൾ വരയ്ക്കുന്നു, ഇതേ ആളിനെ നമ്മൾ വരയ്ക്കുന്നത് എന്ത് ചെയ്യും, ഹയർ ടെമ്പറേച്ചറാകുമ്പോൾ ഹയർ പ്രഷറിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റില്ല. E F G H. അപ്പോൾ ഇ എഫ് ആണ് ലിക്വിഡ് സ്റ്റേറ്റ്, എഫ് ജി എന്ന് പറഞ്ഞാൽ ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന സ്റ്റേറ്റ്, അത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന സ്റ്റേറ്റ്. ആ ഒരു ഫേസ് ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന പാർട്ട്. ജി എച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാസ് മാത്രമേ ഉള്ളൂ, വേപ്പർ മാത്രമേ ഉള്ളൂ, അതിന്റെ വോളിയം കൂടും. ഇത് നടക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്, ടി പ്ലസ് ഡി ടി ആണ് അല്ലേ. ഇതിനേക്കാൾ അല്പം ഹയർ ടെമ്പറേച്ചറിലാണ്. സോ ആ സമയത്തെ പ്രഷർ പി പ്ലസ് ഡി ആണ്. അപ്പോൾ ടി ടെമ്പറേച്ചറിൽ പി പ്രഷറായിരിക്കും ഫേസ് ചേഞ്ച് ഉണ്ടാവുക, പക്ഷെ ടി പ്ലസ് ഡി ടി ആയ സമയത്ത് പ്രഷർ ചേഞ്ച് പി പ്ലസ് ഡി പി ആണ്. അപ്പോൾ ഇവരുമുള്ള ആ ഡിഫറൻസ് ഡി പി ആണ്. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഒരേ ആള് തന്നെയാണ്. ഇത് ടി ടെമ്പറേച്ചറിന്റെ കാര്യം, ഇത് ടി പ്ലസ് ഡി ടി ടെമ്പറേച്ചറിന്റെ കാര്യം, ടി പ്ലസ് ഡി ടി ടെമ്പറേച്ചറിന്റെ കാര്യം. അപ്പോൾ രണ്ട് ഐസോതെർമൽ തന്നെയാണ്, ഐസോതെർമൽ കർവുകൾ തന്നെയാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്ത് മാത്രം മാറ്റുന്നു, പ്രഷറും വോളിയം മാറ്റി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ എഫ് എന്ന് പറഞ്ഞ സമയത്ത് പ്രഷർ നമ്മൾ കണ്ടു, ആ സമയത്തെ വോളിയം കൂടി നോക്കുക. ആ സമയത്തെ വോളിയം V1, ജിയുടെ സമയത്തെ വോളിയം V2 ആണെന്ന് എഴുതുക. നേരെ ഡയറക്റ്റ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. അപ്പം എഫ് എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് വോളിയം V1, ജി എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് വോളിയം V2 ആണെന്ന് എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ച് അത് എം എന്ന് പറഞ്ഞ പോയിന്റ് മീറ്റ് ചെയ്യുക. ലൈൻ എഫ്. അതുപോലെ ഇവിടെ നിന്നൊരു ലൈൻ വരച്ച് അതിനെ എൻ എന്ന് പറഞ്ഞ പോയിന്റ് മീറ്റ് ചെയ്യും. രണ്ട് പോയിന്റ് എമ്മും എൻ നമ്മൾ എന്ത് ഇവിടെ നിന്ന് വരച്ചു. നമ്മൾ എക്സ്പാൻഡ് അല്ലെങ്കിൽ എക്സാജറേറ്റ് വരച്ചേക്കണം, വലുതാക്കി വരച്ചേക്കണം. അപ്പം ആക്ച്വലി ബി സി എമ്മിന് ഏകദേശം ആൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. ബി സി അപ്രോക്സിമേറ്റ്ലി ഏതിന് ഈക്വൽ ആയിരിക്കും, എമ്മിന് ഈക്വൽ ആയിരിക്കും. നമ്മളല്പം വലുതാക്കി വരച്ചത് നമുക്ക് ഭയങ്കര വ്യത്യാസം തോന്നിക്കുന്നതേ ഉള്ളൂ. ഈ രണ്ട് ലൈനുകളും വളരെ ക്ലോസുമാണ്. ഈ കർവും ലൈനുകളും വളരെ ക്ലോസ് ആണ്. നമ്മളെ പോയിന്റുകൾ മാർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നേ ഉള്ളൂ, അത്രയും ഡിഫറൻസ് വരച്ചേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും വരിക, ഇതിനകത്ത് എഫ് ജി നോക്കുക. എഫ് ജി നോക്കിക്കഴിഞ്ഞാൽ ഈ എഫിന്റെ സമയത്ത് ഇവിടെ ലിക്വിഡാണ് അല്ലേ, ഇത്രയും ഭാഗത്ത് ലിക്വിഡാണ്, ഇവിടെ ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. അപ്പോൾ ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണല്ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് ടി പ്ലസ് ഡി ടിനകത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഐസോതെർമൽ പ്രോസസ് ആണ്. പിന്നെ നമ്മൾ നോക്കിയാൽ എഫിന്റെ സമയത്ത് വോളിയം V1, ജിയുടെ സമയത്ത് വോളിയം V2 ആണ്. അപ്പോൾ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ എഫ് ജി എന്താണ്, ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ജി
ജിയുടെ സമയത്ത് ടെമ്പറേച്ചർ ടി പ്ലസ് ഡി ടിയും സിയുടെ സമയത്ത് ടെമ്പറേച്ചർ ടിയുമാണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറ്റമുണ്ട് ഇല്ലേ, ഒരു ടെമ്പറേച്ചർ മറ്റൊരു ടെമ്പറേച്ചറിൽ മാറുന്നു. പ്രഷർ മാറുന്നുണ്ട്, ഈ സമയത്ത് പ്രഷർ ഇതാണ്, ഈ സമയത്ത് പ്രഷർ ഇതാണ്. വോളിയം കൂടുന്നുണ്ട്, ജിയുടെ സമയത്ത് വോളിയം ഇതാണ്, സിയുടെ സമയത്ത് വോളിയം അപ്പം കൂടുന്നു. അപ്പോൾ പ്രഷർ മാറി, വോളിയം മാറി, ടെമ്പറേച്ചർ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കും. ഇനി വോളിയം കൂടിയതുകൊണ്ട് ജി എന്നിലേക്ക് പോകുമ്പോൾ വോളിയം കൂടുന്നതുകൊണ്ട് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ ജി എൻ എന്ന് പറഞ്ഞ സംഭവം എടുത്താൽ അത് നമുക്ക് എന്തായാലും എടുക്കാം, ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ കർവ് എടുക്കാം. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അല്ലേ, അടുത്ത നമ്മൾ എൻ എടുത്താലും എൻ എം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഇരിക്കുന്നത് ഐസോതെർമൽ പ്രോസസ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഇരിക്കുന്നത് ഐസോതെർമൽ പ്രോസസ് ആണ്. പിന്നെ എൻ എന്ന് പറയുന്ന സമയത്ത് വോളിയം കൂടുതലാണ്, എം എന്ന് പറയുന്ന സമയത്ത് വോളിയം കുറവാണ്. അപ്പോൾ വോളിയം കുറയുന്നു, അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ നമുക്ക് എൻ എമ്മിനെ നമുക്ക് എന്തെടുക്കാം, ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ അതേപോലെ എം എഫ് അപ്പോൾ എമ്മിന്റെ സമയത്ത് ടെമ്പറേച്ചർ ടി ആണ്, എഫിന്റെ സമയത്ത് ടെമ്പറേച്ചർ ടി പ്ലസ് ഡി ടി ആണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറി, പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു. അപ്പോൾ 3 പേരും മാറുന്നതുകൊണ്ട് അഡിയാബാറ്റിക് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വോളിയം കുറയുന്ന കേസല്ലേ, എമ്മിന്റെ സമയത്ത് വോളിയം ചെയ്ത് എഫിന്, അപ്പോൾ വോളിയം കുറയുമ്പോൾ കംപ്രഷൻ. അപ്പോൾ അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ എം എഫ് എന്നുള്ളത് അഡിയാബാറ്റിക് കംപ്രഷൻ. നമുക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഇതെന്തായി, ഒരു കാർനോട്ട് സൈക്കിളാണ്. അപ്പോൾ എഫ് ജി എൻ എം എഫ് എന്ന് പറഞ്ഞ സൈക്കിൾ നമ്മൾ എടുത്താൽ അതൊരു കാർനോട്ട് സൈക്കിൾ ഇക്വലന്റ് ആണ് അല്ലേ. അപ്പോൾ എഫ് ജി എൻ എം എഫ് represents a Carnot cycle. ഒരു Carnot cycle എടുക്കാം. Isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? Q1 amount of heat അത് അബ്സോർബ് ചെയ്യും. ഇനി അഡിയാബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോഴോ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അബ്സോർബ് ചെയ്യും. എൻഎമ്മിന്റെ സമയത്ത് അത് ഐസോതെർമൽ കംപ്രഷൻ, ആ സമയത്ത് ഹീറ്റ് റിജക്ട് ചെയ്യും. ആ എമൗണ്ട് Q2 ആണെന്ന് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് Q1, ഈ സമയത്ത് റിജക്ട് ചെയ്യുന്ന എമൗണ്ട് Q2 ആണ് വരുന്നത്. ഇനി ആ Q1 Q2 ആണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. അപ്പം FGNMF ഒരു കാർനോട്ട് സൈക്കിൾ ആകുമ്പോൾ Q1 എന്തായിരിക്കും? സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ആണ് Q1. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FG സമയത്ത് എന്താണ് നടക്കുന്നത് നോക്കിയാൽ മതി. എഫിന്റെ സമയത്ത് ലിക്വിഡാണ്, ജിയുടെ സമയത്ത് ഗ്യാസുമാണ്. അപ്പോൾ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ FG എന്ന് പറഞ്ഞാൽ ആ കർവിന്റെ സമയത്ത് FG എന്ന് പറഞ്ഞാൽ ആ കർവിന്റെ സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടിയാണ്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടി അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്ത് പറയും? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ലിക്വിഡ് ആണ്. അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയും. അപ്പോൾ പക്ഷെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, 1 കിലോഗ്രാം അബ്സോർബ് ചെയ്യുന്നത് L. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ പറയുന്നു ഈ 2 ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ അവിടെ എടുത്ത എമൗണ്ട് എത്രയാണ് എഴുതുക? യൂണിറ്റ് മാസാണ് എഴുതുക. ഈ 2 ഗ്രാഫ് വരയ്ക്കുമ്പോൾ എത്രയാണ് യൂണിറ്റ് മാസാണ് എടുത്തത്? അപ്പോൾ യൂണിറ്റ് മാസമാകുമ്പോൾ നമുക്ക് L എഴുതാം. ഇനി അവിടുത്തെ ഒന്നാമത്തെ പ്രശ്നമാണ്. അപ്പോൾ യൂണിറ്റ് മാസം എടുത്തത് കൊണ്ട് നമുക്ക് L തന്നെ എഴുതാം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ടെമ്പറേച്ചർ T+DT ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു T സമയത്തുള്ളതാണ് L എങ്കിൽ T+DTയുടെ സമയത്തുള്ളത് എന്തായിരിക്കും? L+D. അപ്പോൾ ഈ സമയത്ത് ഇത് നടക്കുന്ന ടെമ്പറേച്ചർ T+DT ആണ്. അതുകൊണ്ട് ആ സമയത്തെ ലേറ്റന്റ് ഹീറ്റ് നമ്മൾ എന്തെടുക്കുന്നു? L+D എടുക്കുന്നു. ഇക്വേഷൻ. അപ്പോൾ Q2 എന്തായിരിക്കും? Q2 എന്ന് പറഞ്ഞാൽ തിരിച്ച് റിജക്ട് ചെയ്യുന്നത് അല്ലേ? ആ അബ്സോർബ് ചെയ്താണ് റിജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സമയം? ഈ Q2ന്റെ സമയം ഇതാണ് സംഭവം. ഈ ML എന്നുള്ള അപ്രോക്സിമേറ്റ് ആർക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു? CB ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിയാൽ സിയുടെ സമയത്ത് ഗ്യാസ് ഇങ്ങോട്ടാണ്. സിയുടെ സമയത്ത് ഗ്യാസ്, ബിയുടെ സമയത്ത് ലിക്വിഡ്.
അപ്പോൾ സി ബി എന്ന് പറഞ്ഞ സമയത്ത് സംഭവിക്കുന്നത് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുകയാണ്. ഗ്യാസ് ലിക്വിഡായിട്ട് മാറും. ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും? ഇതേ ലേറ്റന്റ് ഹീറ്റ് തന്നെ റിജക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ അബ്സോർബ് ചെയ്യും, തിരിച്ച് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അപ്പോൾ ഈ സി ബിയുടെ സമയത്ത് അല്ലെങ്കിൽ എൻ എമ്മിന്റെ സമയത്ത്, അപ്പോൾ സി ബി അപ്രോക്സിമേറ്റ് എന്തിനാണ്? എൻ എമ്മിലേക്കാണ്. അപ്പം എൻ എമ്മിന്റെ സമയത്ത് ഉള്ള എമൗണ്ടാണ് Q2. ആ Q2 എന്താണ്? ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ റിജക്ട് ചെയ്യുന്ന എമൗണ്ട് സൂചിപ്പിക്കുന്നു. ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ റിജക്ട് ചെയ്യുന്ന എമൗണ്ടിനെ ലേറ്റന്റ് ഹീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എൽ മതി, കാരണം ടെമ്പറേച്ചർ T എടുക്കാൻ ഇവിടെ എന്ത് മതി? അപ്പോൾ Q2 ഈക്വൽ എല്ലാം. അപ്പോൾ ഇത് മനസ്സിലാകും. Q1 ഈക്വൽ L പ്ലസ് ഡി എല്ലാം മനസ്സിലാകും. അപ്പോൾ Q1 ലേറ്റന്റ് ഹീറ്റ് ആണ്, Q2 ലേറ്റന്റ് ഹീറ്റ് ആണ്. പിന്നെ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടി അബ്സോർബ് ചെയ്തതാണ്, അതുകൊണ്ട് എൽ. പിന്നെ ഡി കൊടുക്കാനുള്ള കാര്യം ആ ടെമ്പറേച്ചർ T പ്ലസ് ഡി ടി അതുള്ളതാണ്. ഈ Q2 എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡാണ്, അതും ഫേസ് ചേഞ്ച് തന്നെയാണ്, അതും ലേറ്റന്റ് ഹീറ്റ് തന്നെയാണ്. ഒരേ ഗ്യാസിനാണ് എടുത്തത്, അതുകൊണ്ട് എൽ. ഇവിടെ എൽ മതി, ഡി ടെമ്പറേച്ചർ T ആയതുകൊണ്ട്. ഇനി നമുക്കറിയാം, അപ്പോൾ Q1 എമൗണ്ട് അബ്സോർബ് ചെയ്തു, Q2 എമൗണ്ട് റിജക്ട് ചെയ്തു. അപ്പോൾ അതിന്റെ വർക്ക് ഡൺ എന്തായിരിക്കും? W is equal to Q1 minus Q2 എന്ന് പറഞ്ഞാൽ L plus DL minus അത് W is equal എന്തായിരിക്കും? DL ആയിരിക്കും. അപ്പോൾ അതിന്റെ വർക്ക് എന്തായിരിക്കും? DL. അത് അവിടെ നിൽക്കും. ഇനി കാർനോട്ട് സൈക്കിൾ ആണല്ലോ, അതുകൊണ്ട് എഫിഷ്യൻസി എന്ത് വരും? Eta is equal to 1 minus Q2 by Q1 equal to 1 minus T2 by T. രണ്ട് സൈഡിലെ 1 അങ്ങ് പോയി കഴിയുമ്പോൾ ബാക്കി 1 മൈനസും പോയി കഴിയുമ്പോൾ ബാക്കി Q2 by Q1 equal to T2 by T1. തിരിച്ചു കഴിഞ്ഞാൽ Q1 by Q2 equal to T1 by T. ഇതാണ് Q1 L plus DL. Q2 L equal to T1 എന്താണ്? Q1 എമൗണ്ട് അബ്സോർബ് ചെയ്ത സമയത്ത് ടെമ്പറേച്ചർ. Q1 എമൗണ്ട് അബ്സോർബ് ചെയ്ത് ഇവിടെയാണ്, ആ സമയത്ത് ടെമ്പറേച്ചർ T plus DT ആണ്. അപ്പം T1 വരെ T plus DT. T2 വെച്ചിട്ട് അപ്പം T2 T ആണ്. അപ്പം L by L ആകുമ്പോൾ എന്ത് വരും? 1 plus DL by L equal to 2 ഉണ്ട് 1 plus dt by t. ഇതെന്ത് വരും? രണ്ട് സൈഡിൽ 1 പോയിട്ട് dl by l equal to dt by t. അവിടുന്ന് dl is equal to l into dt by equation. ശരി. ഇനി നമുക്ക് ഇതൊരു പ്രഷർ വോളിയം ഗ്രാഫാണ്. പ്രഷർ വോളിയം ഗ്രാഫിന്റെ അണ്ടർലേ ഏരിയ എടുക്കുന്നത്, ഒരു ഗ്രാഫിന്റെ അണ്ടർലേ ഏരിയ എടുക്കുക y ആക്സിലെ ക്വാണ്ടിറ്റി x ആക്സിലെ ക്വാണ്ടിറ്റി എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രഷറിന്റെ വോളിയം എടുക്കണം. പ്രഷറിന്റെ വോളിയം എന്തൊരു? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇപ്പം ഒരു സിലിണ്ടർ ആണെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്, അപ്പോൾ തിരിച്ചാൽ ഏരിയ ഇൻറ്റു ലെന്ത്, എ ഇൻറ്റു എ. അപ്പോൾ എഫ് ഇൻറ്റു എ, ഫോഴ്സ് ഇൻറ്റു ലെന്ത്. ഫോഴ്സിന് എന്താകും? ഇതൊരു വർക്ക്. അപ്പോൾ പി വി എന്നുള്ള വർക്കാണ്. സോ ഒരു പി വി ഡയഗ്രത്തിന് അണ്ടറിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വർക്കിനാണ് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇല്ലേ, ഈ ഒരു സൈക്കിളിന്റെ സമയത്തെ വർക്ക് കണ്ടുപിടിക്കുക. ഈ ഒരു സൈക്കിളിന്റെ സമയത്തെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആക്ച്വലി വർക്കല്ല, വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസമാണ്. അപ്പോൾ യൂണിറ്റ് മാസം എടുത്ത് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ യൂണിറ്റ് മാസം എടുത്ത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ വർക്ക് ഡൺ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഏരിയ എടുത്താൽ മതി. അപ്പം ഏരിയ ഓഫ് F G N M. ഇനി ഈ എഫ് ജി എൻ എന്നുള്ളത് ഒരു പാരലോഗ്രാമാണ്. പാരലോഗ്രാം ആകുമ്പോൾ അതിന്റെ ഏരിയ ബി ഇൻറ്റു എച്ച് ആണ്. ബി ഇൻറ്റു എച്ച്, കാരണം രണ്ട് സൈഡ് പാരലാണല്ലോ. പാരൽ അതുകൊണ്ട് ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇവിടെ ബി ആയിട്ട് വരുന്നത് ഈ സൈഡ്, ഈ സൈഡ് പറഞ്ഞാൽ ഈ സൈഡ്, ഈ സൈഡ് ആകുമ്പോൾ എന്ത് എഫ് ജി. എഫ് ജി എന്ന് പറഞ്ഞാൽ ഇതാണ് V2 minus V1. V2 minus V1. V2 minus V1. ഇതിൽ ഇത്രയൊക്കെ അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ V2, ഇവിടെ മുതൽ ഇവിടെ വരെ V1. നമുക്ക് വേണ്ടി ഈ ലെന്താണ്. അപ്പോൾ ഈ V2 ലെന്തിന് V1 ലെന്ത് കുറച്ചാൽ ഈ ഇടയ്ക്കുള്ള ലെന്ത് കിട്ടും. V2 minus V1. അപ്പോൾ V2 minus V1 ഇൻറ്റു ഈ ഹൈറ്റ്.
പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേണ്ടത്. ഈ ഹൈറ്റ് എന്താണ് ഡി. ഈ ഹൈറ്റ് എവിടെ നിന്നല്ലേ ഇപ്പം ഡി ഇൻറ്റു ഇക്വേഷൻ നമ്പർ 5. ഇനി ഫ്രം ഇക്വേഷൻ 3 നമുക്ക് എന്തറിയാം, ഡബ്ല്യു തന്നെ ഡി എൽ ആണ്. അപ്പോൾ ഈ ഡബ്ല്യു നമുക്ക് എന്തെഴുതാം, ഡി എൽ. ഡി എൽ ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഇൻറ്റു ഡി. ഇനി ഡി എൽ എന്താണ് നമുക്കറിയാം, എൽ ഡി ടി ബൈ ടി ഈക്വൽ ടു V2 മൈനസ് V1 ഇൻറ്റു ഡി. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഡി പി ഇൻറ്റു V2 മൈനസ് V1 ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ടി ബൈ ടി. ഇവിടെ നിന്ന് ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എൽ ബൈ ഇതിന് താഴെ പോകുമ്പോൾ ടി ഇൻറ്റു V2 മൈനസ്. ഇതാണ് ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ. ഇവിടെ ആരെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു, ലേറ്റന്റ് ഹീറ്റിനെയും ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത്. ഇതാണ് ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ. അപ്പോൾ ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ എന്നറിയപ്പെടും. ഫസ്റ്റ് ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ എന്നറിയപ്പെടും. അത് ആരൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, ലേറ്റന്റ് ഹീറ്റിനെയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് ടെമ്പറേച്ചറിനെയും റെപ്രസെന്റ് ചെയ്യുന്നു, തമ്മിലുള്ള റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, പ്രഷറിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റിന് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റിനുള്ള വേരിയേഷൻ റെപ്രസെന്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ വോളിയം ഗ്രാഫ് എടുക്കുന്നു. പ്രഷർ വോളിയം ഗ്രാഫ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഐസോതെർമൽ പ്രോസസ് സങ്കല്പിക്കുന്നു. ഏതിൻ്റെ, ഒരു ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഗ്യാസിനെ ലിക്വിഡായിട്ട് മാറുന്ന കംപ്രഷന്റെ ഐസോതെർമൽ ഗ്രാഫ് സങ്കല്പിക്കുന്നു. അപ്പോൾ ടി സമയത്തെ ഗ്രാഫും ടി പ്ലസ് ഡി ടി സമയത്തെ ഗ്രാഫുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ലിക്വിഡ് ആയിരിക്കും, അത് എക്സ്പാൻഡ് ചെയ്ത് എന്തായി മാറും, ആദ്യമേ അതിൻ്റെ വോളിയം, ആ ലിക്വിഡിൻ്റെ വോളിയം കൂടും, പിന്നെ ആ ലിക്വിഡ് ഗ്യാസായിട്ട് മാറും, പിന്നെ എന്ത് ചെയ്യും, ആ ഗ്യാസിൻ്റെ വോളിയം കൂടും. അപ്പോൾ ടി സമയത്തെ വരയ്ക്കുന്നു, ടി പ്ലസ് ഡി ടി സമയത്തെ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ എ ബി ലിക്വിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ബി സി ലിക്വിഡ് പ്ലസ് വേപ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സി ഡി വേപ്പർ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ഇ എഫ് ലിക്വിഡിൻ്റെ സ്റ്റേറ്റിനെ, എഫ് ജി ലിക്വിഡ് പ്ലസ് വേപ്പർ, ജി എച്ച് വേപ്പറുമാണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, എഫിൽ നിന്ന് ഒരു ലൈൻ എമ്മിലേക്ക് വരയ്ക്കുന്നു, ജിയിൽ നിന്ന് ഒരു ലൈൻ എന്നിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എഫ് ജി എൻ എൻ എഫ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കിട്ടും, ഒരു പി വി ഡയഗ്രാം കിട്ടും. അപ്പോൾ അതിനകത്ത് എഫ് ജി ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, ജി എൻ അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, എൻ എം ഐസോതെർമൽ കംപ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, എം എഫ് അഡയാബാറ്റിക് കംപ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ടി പ്ലസ് ഡി ടി അവിടുത്തെ സോഴ്സ് ടെമ്പറേച്ചർ ആയിട്ട് വരും, ടി സിഗ്നൽ ടെമ്പറേച്ചർ ആയിട്ട് വരും. ഈ സമയത്ത് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് Q1, ഈ സമയത്ത് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് റിജക്ട് ചെയ്യുന്ന എമൗണ്ട് Q2 ആയിട്ട് സങ്കല്പിക്കും. ഇനി Q1 എന്ന് പറയുന്ന സമയത്ത് എഫ് ജി ആണ്, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടിയുള്ള എമൗണ്ട് ആണ്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ വേണ്ടി അബ്സോർബ് ചെയ്യുന്ന എമൗണ്ടിനെ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയും. അതുകൊണ്ട് Q1 നമുക്ക് എന്ത് പറയാം, ലേറ്റന്റ് ഹീറ്റ്. പക്ഷെ നമ്മൾ ഡിയിൽ കൊടുത്തു, ഡിയിൽ കൊടുക്കാനുള്ള കാര്യം അവിടുത്തെ ടെമ്പറേച്ചർ ടി അല്ല, ടി പ്ലസ് ഡി. ഇനി രണ്ടാമത്തെ Q2 എന്ന് പറഞ്ഞാൽ സിംഗിലേക്ക് റിജക്ട് ചെയ്യുന്നതാണ്. ഇവിടെ റിജക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ റിജക്ട് ചെയ്യുന്ന എമൗണ്ട്. ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ റിജക്ട് ചെയ്യുന്ന എമൗണ്ടിനെ ലേറ്റന്റ് ഹീറ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതുന്നത് ടി ടെമ്പറേച്ചർ ആണെങ്കിൽ എന്ന് മാത്രം മതി. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ സോഴ്സിന് അബ്സോർബ് ചെയ്യുന്നത് മൈനസ് സിംഗിലേക്ക് റിജക്ട് ചെയ്തത് Q1 മൈനസ് Q2 ആയിരിക്കും. അപ്പോൾ ഡി, അപ്പോൾ ഡിയിലായിരിക്കും ഇവിടുത്തെ വർക്ക്. ഇനി നമ്മുടെ എഫിഷ്യൻസി നമുക്കറിയാം, ഇതൊരു കാർനോട്ട് എഞ്ചിനായിട്ട് പരിഗണിക്കാം, കാർനോട്ട് സൈക്കിളായിട്ട് പരിഗണിക്കാം. അപ്പോൾ 1 മൈനസ് Q2/Q1, അതിന് കാരണം 1 മൈനസ് Q2/Q1 ആണ്. അപ്പോൾ ഈ 1 മൈനസ് പോയിട്ട് Q2/Q1 is Q2/Q1 തിരിച്ചു കഴിഞ്ഞാൽ Q1/Q2 is Q1/Q2. Q1 ഇതാണ്, Q2 ഇതാണ് കൊടുക്കുന്നു. Q1 എന്ന് പറഞ്ഞാൽ Q1 Q1 അബ്സോർബ് ചെയ്ത ഈ ടെമ്പറേച്ചറാണ് ടി പ്ലസ് ഡി ടി. ഇവിടെ T1 ടി പ്ലസ് ഡി ടി ആണ്. Q2 സമയത്തെ ടെമ്പറേച്ചറാണ് T2, Q2 സമയത്തെ ടെമ്പറേച്ചർ T ആണ്. അപ്പോൾ 1 പ്ലസ് വരുന്നു. അവിടെ നിന്ന് ഡി എൽ ബൈ എൽ എന്നുള്ളത് ഡി ടി ബൈ ടി വരുന്നു. അവിടെ നിന്ന് ഡി എൽ എന്ത് വരും, ഈ എൽ എന്ന് അപ്പുറത്തുണ്ടായാൽ മതി, എൽ ഇൻറ്റു ഡി ടി ബൈ ടി. ഇനി ഇത് ഇക്വേഷൻ 4. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് എടുക്കാം, നമ്മളൊരു പി വി ഡയഗ്രാമാണ് വരച്ചത്. അപ്പോൾ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് അവിടുത്തെ വർക്ക്. പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ കറക്റ്റാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഈസ് ഏരിയ ഓഫ് എഫ് ജി എൻ എം. അപ്പോൾ ഡബ്ല്യു എസ് എന്ത് വരും, ഏരിയ എന്ന് പറയുമ്പോൾ ഇതൊരു പാരലോഗ്രാം കണക്ക് പരിഗണിക്കുമ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എമ്മിനാണ്, എമ്മിന് എന്തിനാണ് എഫ് ജി. എഫ് ജി എന്ന് പറയുമ്പോൾ എഫ് V1 ആണ്, ജി എന്നാണ് V2. അപ്പോൾ ആ ഡിഫറൻസ് ആയിരിക്കും V2 മൈനസ് V1 ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഈ സമയത്ത് പി, ഈ സമയത്ത് ടി പ്ലസ് ഡി ടി, അപ്പോൾ ഹൈറ്റ് ഡി. അപ്പോൾ ഡി എൽ ഈസ് ഈക്വൽ ടു വർക്ക് വയ്ക്കാൻ വേണ്ടി ഈ വർക്ക് ഡി എൽ ഈക്വലാണ്. അപ്പോൾ ഡി എൽ ഈസ് ഈക്വൽ കിട്ടി. ഡി എൽ വരെ അത് കൊടുക്കുന്നു, ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടി V2 മൈനസ്. അതാണ് ക്ലോഷ്യസ്-ക്ലാപെറോൺസ് ഇക്വേഷൻ.